മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 27ാമത്തെ ക്ലാസ്സാണ് തുടർന്ന് നടക്കുവാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ നിന്നുമാണ്. പ്രാരംഭമായിട്ട് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നാം തിരിഞ്ഞാൽ മതി. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു എന്ന് കാണുന്നുണ്ട്. ഈ മൃഗങ്ങളിൽ 1-ാമത്തെ മൃഗം സിംഹത്തോട് സാദൃശ്യം, 2-ാമത്തെ മൃഗം കരടിയോട് സാദൃശ്യം, 3-ാമത്തേത് പുള്ളിപ്പുലിക്ക് സാദൃശ്യം, 4-ാമത്തേത് ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള മൃഗം എന്നാണ് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. 4-ാമത്തെ മൃഗത്തെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 23 എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: 4-ാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് 4-ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ വേദഭാഗത്ത് ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദദേശത്തിനാണ്. യഹൂദയുടെ മേൽ ആധിപത്യമുണ്ടായിരുന്ന 4 രാജ്യങ്ങളെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. 1-ാമത്തേത് ബാബേൽ, 2 മേദ്യപാർശ്യ, 3 യവനരാജ്യം, 4 റോമൻ സാമ്രാജ്യം. ഈ 4 രാജ്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന സമയത്ത് യഹൂദയുടെ മേൽ ആധിപത്യം നടത്തിയിരുന്നത് റോമൻ സാമ്രാജ്യമാണ്. റോമൻ സാമ്രാജ്യത്തിനാണ് ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ 2 സാക്ഷികളായ ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും കർത്താവ് അനുവദിച്ച 1260 ദിവസത്തിനുള്ളിൽ അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ചു. കർത്താവിൻ്റെ ദാസന്മാരായ അപ്പോസ്തലന്മാർ യെരുശലേമിൻ്റെ ന്യായവിധിക്ക് മുമ്പുള്ള 1260 ദിവസം വളരെ ശക്തിയോടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ഉദ്ധരിച്ചും കൊണ്ട് അവിശ്വാസികളായ യഹൂദന്മാരുടെ മധ്യത്തിൽ യേശു തന്നെ ക്രിസ്തുവെന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചുകൊണ്ട് ദൈവരാജ്യത്തെയും വരുവാനിരിക്കുന്ന ന്യായവിധിയെയും യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചും അവരോട് പ്രവചിച്ചു. അങ്ങനെ കർത്താവിൻ്റെ 2 സാക്ഷികളായ ന്യായപ്രമാണവും പ്രവാചകന്മാരും അവരുടെ വേലയെ തികച്ചു. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ശുശ്രൂഷയാലുണ്ടായതാണ് യെരുശലേമിലെ ദേവാലയം. AD 70 റോമൻ സൈന്യം ദേവാലയത്തെ പൂർണ്ണമായി നശിപ്പിച്ചു. ദേവാലയം നശിപ്പിക്കപ്പെട്ടതോടുകൂടി ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ശുശ്രൂഷ ഭൂമിയിൽ അവസാനിച്ചു. യെരുശലേമിലെ ദേവാലയം കല്ലിന്മേൽ ശേഷിപ്പിക്കാത്ത അവസ്ഥയിലായിത്തീർന്നത് 2 സാക്ഷികളുടെ മരണത്തെ സൂചിപ്പിക്കുന്നു. സാക്ഷികളുടെ മരണത്തോടുകൂടി ഭൂമിയിൽ അവരുടെ ശുശ്രൂഷയും അവസാനിച്ചു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. മഹാനഗരം എന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേമിനെയാണ്.
യെരുശലേം മഹാനഗരത്തെ സോദോമിനോടും മിസ്രൈമിനോടും താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. സകലവിധത്തിലുള്ള ദുഷ്പ്രവൃത്തികളുടെയും ഉറവിടമായിട്ടാണ് സോദോമിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. മിസ്രൈം വിഗ്രഹാരാധനയ്ക്കും ദൈവജനത്തെ പീഡിപ്പിക്കുന്നതിനും മുന്നിലായിരുന്നു. കർത്താവിൻ്റെ കാലത്ത് യെരുശലേം നഗരം ആത്മീയമായി സോദോമും മിസ്രൈമും പോലെ ആയിരുന്നു. അവരുടെ ശവം എന്ന് പറഞ്ഞിരിക്കുന്നത് നശിപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിൻ്റെ 9 വാക്യം. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. മരിച്ച ഒരു മനുഷ്യൻ്റെ ശവശരീരത്തെ കല്ലറയിൽ വയ്ക്കണമെങ്കിൽ ആ മനുഷ്യൻ മരിച്ചെന്നും ഇനി ജീവിക്കുകയില്ല എന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ ശവം കല്ലറയിൽ വയ്ക്കാൻ സമ്മതിക്കുകയുള്ളൂ. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകത്തിലുള്ള സകല മനുഷ്യരെയും ഉദ്ദേശിച്ചല്ല. ആ കാലത്ത് യെരുശലേമിലും അതിന് ചുറ്റുപാടുമുണ്ടായിരുന്ന ജനങ്ങളെ ഉദ്ദേശിച്ചാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ യെരുശലേമിലുണ്ടായിരുന്ന ആലയത്തെ AD 70 റോമക്കാരുടെ സൈന്യം പൂർണ്ണമായി നശിപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്തതുപോലെ തന്നെയാണ് ആ കാര്യങ്ങൾ സംഭവിച്ചത്. എന്നാൽ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാൻ അവിശ്വാസികളായ യഹൂദന്മാർക്ക് അന്നും ഇന്നും കഴിഞ്ഞിട്ടില്ല. വെളിപ്പാട് 11 അധ്യായത്തിൻ്റെ 10 വാക്യം വായിക്കാം. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ 2 സാക്ഷികളായ ന്യായപ്രമാണവും പ്രവാചകന്മാരുമാണ്. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെ ശുശ്രൂഷയാലുണ്ടായ ദേവാലയം നിലനിൽക്കുന്ന കാലത്തോളം അവിശ്വാസികളായ യഹൂദന്മാരാൽ വിശ്വാസികളായ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അതിന് ചില തെളിവുകൾ ഞാൻ ദൈവവചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയും 9 അധ്യായത്തിൻ്റെ 1, 2, 21 അധ്യായത്തിൻ്റെ 27, 28, 1 തെസ്സലോനി 2 അധ്യായത്തിൻ്റെ 15, 16 ഈ വചനങ്ങളിൽ പരിശോധിച്ചാൽ അക്കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്തതുപോലെ യെരുശലേമിലെ ദേവാലയം നീങ്ങിപ്പോകേണ്ടത് വിശ്വാസികളായ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ വളരെ ആവശ്യമായിരുന്നു. ദൈവാലയം നീങ്ങിപ്പോകാത്ത കാലം വരെയും അവിശ്വാസികളായ യഹൂദന്മാരാൽ വിശ്വാസികളായ യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കൂടാതെ ദൈവത്തിൻ്റെ ജനത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സകല അനുഗ്രഹങ്ങളും ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം വരണമെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിൽ യഹൂദമതത്തിനുണ്ടായിരുന്ന ആധിപത്യം നീങ്ങിപ്പോകണം. യഹൂദമതത്തിനുണ്ടായിരുന്ന ആധിപത്യം നീങ്ങിപ്പോകണമെങ്കിൽ ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ദൈവാലയം നീക്കിക്കളയണം. ആഴത്തിൽ നിന്ന് കയറിവന്ന മൃഗത്തെ കൊണ്ട് കർത്താവ് യെരുശലേമിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ ആലയത്തെ AD 70 നീക്കിക്കളഞ്ഞു. ആഴത്തിൽ നിന്ന് കയറിവന്ന മൃഗമെന്നത് റോമൻ സാമ്രാജ്യമാണ്. ദൈവാലയത്തിൻ്റെ നാശം 2 സാക്ഷികളുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2 സാക്ഷികളുടെ മരണത്തിൽ, അതായത് ദൈവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്തത് വിശ്വാസികളായ യഹൂദന്മാരാണ്. ദൈവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് കർത്താവായ യേശു പറഞ്ഞ കാര്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 24, മർക്കോസ് 13,
ലൂക്കോസ് 21 എന്നീ അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ജഡത്തിൽ വെളിപ്പെട്ട തലമുറ ഒഴിഞ്ഞു പോകുന്നതിന് മുന്നമേ ദേവാലയം നശിപ്പിക്കപ്പെടുമെന്നും യഹൂദമതത്തിലുണ്ടായിരുന്ന ആധിപത്യം, അതായത് അവരുടെ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമെന്നുമാണ് കർത്താവ് പഠിപ്പിച്ചത്. മത്തായി സുവിശേഷം 24 അധ്യായത്തിൻ്റെ 34-35, മർക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായത്തിൻ്റെ 30-31, ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 32-33 വചനങ്ങളിൽ ഈ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 34-35. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. ഈ വചനങ്ങളിൽ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദമതത്തിനുണ്ടായിരുന്ന ആധിപത്യത്തിനാണ്. കർത്താവ് പറഞ്ഞതുപോലെ AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ യഹൂദമതത്തിനുണ്ടായിരുന്ന ആകാശവും ഭൂമിയും, അതായത് ആധിപത്യം, നീങ്ങിപ്പോവുകയും ചെയ്തു. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നീ വിഷയങ്ങളോടുള്ള ബന്ധത്തിലെടുത്ത ബൈബിൾ ക്ലാസിൻ്റെ ഓഡിയോ എബനേസർ ബൈബിൾ സ്റ്റഡീസ് എന്ന ഗ്രൂപ്പിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ആകാശവും ഭൂമിയും എന്ന വിഷയത്തിൽ വ്യക്തത കിട്ടുവാനായിട്ട് ബൈബിൾ ക്ലാസിൻ്റെ ഓഡിയോ കേൾക്കുന്നത് നല്ലതായിരിക്കും. വെളിപ്പാട് 11 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കാം. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിന്നു. അവരെ കണ്ടവർ ഭയപരവശരായിത്തീർന്നു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. കർത്താവിൻ്റെ 2 സാക്ഷികളുടെ പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വചനങ്ങളിൽ കാണുന്നത്. 2 സാക്ഷികളുടെ പുനരുത്ഥാനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തെ തുടർന്ന് സംഭവിച്ച ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അവിശ്വാസികളായ യഹൂദന്മാരും റോമക്കാരും ചേർന്ന് യേശുവിനെ ക്രൂശിച്ചു കൊന്നു. യേശുവിൻ്റെ മരണത്തോടെ യേശുവിനും യേശുവിൻ്റെ ഉപദേശത്തിനും അവസാനം വന്നുവെന്നാണ് യേശുവിനെ കൊല്ലുവാൻ കാരണക്കാരായ യഹൂദന്മാർ കരുതിയത്. എന്നാൽ പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവിശ്വാസികളായ യഹൂദന്മാർക്ക് യേശുവും യേശുവിൻ്റെ ഉപദേശവും ജീവിക്കുന്നുവെന്ന് അറിയുവാൻ ഇടയായി. ദൈവാലയത്തിൻ്റെ നാശത്തെ തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ ന്യായപ്രമാണവും പ്രവാചകപുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം ശക്തിയോടെ അറിയിക്കുവാനും ദൈവാലയത്തിൻ്റെ നാശത്തിന് കാരണമെന്താണെന്ന് തിരുവെഴുത്തുകളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രസംഗിക്കുവാനും തുടങ്ങിയതോടെ ആ കാലത്ത് ജീവനോടെ ശേഷിച്ചിരുന്ന അവിശ്വാസികളായ യഹൂദന്മാർ ഭയപരവശരായിത്തീരുവാനും ഇടയായി. കർത്താവിൻ്റെ 2 സാക്ഷികളായ ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്ക് നൽകിയിരുന്ന പ്രത്യേകമായ ശുശ്രൂഷ 3.5 വർഷം, അതായത് 1260 ദിവസമായിരുന്നു. കൂടാതെ അവരുടെ ശവം 3.5 ദിവസം മഹാനഗരത്തിൻ്റെ വീതിയിൽ കിടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. 3.5 വർഷമെന്നും 3.5 ദിവസമെന്നും പറഞ്ഞിരിക്കുന്നതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് കൃത്യമായി പറയുവാൻ കഴിയുകയില്ല. യഹൂദന്മാരുടെ ചരിത്രത്തിൽ 3.5 വർഷമെന്നത് ദൈവിക ന്യായവിധിയെ സൂചിപ്പിക്കുന്ന ഒരു കാലയളവായിട്ട് യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായത്തിൻ്റെ 17 നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ദേവാലയം ജാതികൾ നേരത്തെ നശിപ്പിച്ചിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് അത് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മാതൃകപ്രകാരം തന്നെ പ്രവാചകന്മാരുടെ ശുശ്രൂഷയിലൂടെ വീണ്ടും പണിയുകയും ചെയ്തിട്ടുണ്ട്.
എന്നാൽ AD 70 സംഭവിച്ചത് പഴയതുപോലെ ആയിരുന്നില്ല. ദേവാലയം തകർക്കപ്പെട്ടു. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം, ന്യായപ്രമാണവും പ്രവാചകന്മാരുമെന്ന 2 സാക്ഷികളിൽ വരികയും തുടർന്ന് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. കർത്താവിൻ്റെ ഹിതപ്രകാരം ദൈവാലയം നശിപ്പിക്കപ്പെട്ടതോടെ 2 സാക്ഷികളുടെ ഭൂമിയിൽ നിന്നുള്ള സാക്ഷ്യവും അവസാനിച്ചു. വെളിപ്പാട് 11:13 വാക്യം. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പശാസ്ത്രം പറയുന്നത് പോലെയുള്ള ഒരു ഭൂകമ്പമായിരുന്നില്ല. യഹൂദന്മാരുടെ ഏകദൈവമതത്തിൻ്റെ വീഴ്ചയാണ് ഈ വചനത്തിലെ വിഷയം. ചില വചനങ്ങൾ വായിക്കാം. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1-2. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിയിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഇസ്രായേലിൻ്റെ ഏകദൈവമതമായ യഹൂദമതത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 24:19-20 വാക്യങ്ങൾ കൂടി വായിക്കാം. ഭൂമി പുടുപുട പൊട്ടുന്നു, ഭൂമി കിറുകിറക്കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. യഹൂദമതത്തിൻ്റെ വീഴ്ചയെക്കുറിച്ചാണ് ഈ വചനത്തിൽ കാണുന്നത്. വീഴുവാൻ കാരണമെന്താണെന്നുള്ളതും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് എഴുന്നേൽക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല എന്നാണ് പ്രവാചകൻ ദൈവാത്മാവിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അത് സംഭവിച്ചു. AD 70 അത് വീണു. ഇനി ദൈവത്തിൻ്റെ വചനപ്രകാരം അത് പണിയപ്പെടുകയുമില്ല. വെളിപ്പാട് 11:13 ശേഷിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ചവരാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, അതിൻ്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ, നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുത്. കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് ഓടിപ്പോയവർ യെരുശലേമിലെ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത അവസ്ഥയിലായിത്തീർന്നപ്പോൾ സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യന്നം സമ്മാനം കൊടുക്കുകയും ചെയ്തവരാണ് സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തത്. അവരെക്കുറിച്ചാണ് ശേഷിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് 11-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. 2-ാമത്തെ കഷ്ടം കഴിഞ്ഞു, 3-ാമത്തെ കഷ്ടം വേഗം വരുന്നു. 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. 6-ാമത്തെ ദൂതൻ കാഹളമൂതിയതോടെ യഹൂദമതത്തിൻ്റെ ന്യായവിധി നടന്നു. വെളിപ്പാട് പുസ്തകത്തിലെ മുഖ്യ വിഷയം 1 യഹൂദമതത്തിൻ്റെ ന്യായവിധി, 2 ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. 7-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ലോകരാജ്യത്വം കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകരാജ്യത്വം എന്നത് നമ്മൾ വസിക്കുന്ന ഈ ലോകത്തിൻ്റെ ഭരണമല്ല. ഈ ലോകം ദുഷ്ടൻ്റെ അധീനയിൽ കിടക്കുന്നുവെന്ന്
1 യോഹന്നാൻ 5:19 കാണുവാൻ സാധിക്കുന്നതാണ്. യഹൂദമതത്തിൻ്റെ അധിപതികളാൽ ഭരിക്കപ്പെട്ടിരുന്നതും ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്നതുമായ ലോകത്തിൻ്റെ രാജത്വമാണ് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കാം. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൃശ്യമായ ഒരു രാജ്യമല്ല ദൈവരാജ്യം. അതുകൊണ്ടാണ് ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. ദൈവത്താൽ ഭരിക്കപ്പെട്ടിരുന്നവർ ദൈവരാജ്യത്തിലാണ്. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. ന്യായപ്രമാണത്തിന് കീഴുണ്ടായിരുന്ന ശേഷിപ്പ് ദൈവത്താൽ ഭരിക്കപ്പെടുന്നവരായിരുന്നു. യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പായിട്ട് കർത്താവ് തൻ്റെ ജനത്തെ വിളിച്ചു വേർതിരിച്ചു. വിളിച്ചു വേർതിരിക്കപ്പെട്ട ഭക്തന്മാരുടെ ലോകത്തിൻ്റെ രാജത്വമാണ് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീരുന്നത്. വെളിപ്പാട് 11-ാം അധ്യായത്തിൻ്റെ 15 അവസാന ഭാഗത്ത് അവർ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി എന്നുള്ളതാണ് നാം കാണുന്നത്. വാഴും എന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം യോഹന്നാന് വെളിപ്പാട് ലഭിച്ച സമയത്ത് വാഴ്ച തുടങ്ങിയിട്ടില്ലായിരുന്നു. യോഹന്നാന് വെളിപ്പാട് ലഭിച്ചതിന് ശേഷമാണ് യഹൂദമതത്തിൻ്റെ ന്യായവിധി നടന്നതും വാഴ്ച തുടങ്ങിയതും. വെളിപ്പാട് 11-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. ദൈവസന്നദ്ധിയിൽ സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ പ്രതിനിധികളാണ് ഈ 24 മൂപ്പന്മാർ. ഇവർ വാക്കുമാറാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയെ അറിഞ്ഞും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ കവിഞ്ഞു വീണ് ദൈവത്തെ ആരാധിക്കുകയാണ്. വെളിപ്പാട് 11:18. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. ഈ വചനത്തിൽ ജാതികളെന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന അഭക്തരായ ജനങ്ങളെ ഉദ്ദേശിച്ചാണ്. അവർ ദൈവം നൽകിയ പ്രമാണത്തിന് വിരുദ്ധമായി ജീവിച്ചവരാണ്. അവർ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ കോപിപ്പിച്ചവരാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം ശ്രദ്ധിച്ച് വായിച്ചാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വേദഭാഗം ഞാനൊന്ന് വായിക്കാം. 1 തെസ്സലോനി 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. യഹൂദന്മാർ നമ്മുടെ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. ദൈവകോപത്തിൻ്റെ പരിണിതഫലമായിട്ടാണ് AD 70 നാശമുണ്ടായത്. AD 70 ന്യായപ്രമാണപ്രകാരമുള്ള വിധിയാണ് നടന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ
തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ദൈവത്തെ കോപിപ്പിച്ച ജനത്തിന് നൽകിയ ശിക്ഷയാണ് AD 70 നൽകിയത്. അതേ തുടർന്ന് ദൈവത്തെ പ്രസാദിപ്പിച്ച ജനത്തിന് കർത്താവ് പ്രതിഫലം നൽകുകയും ചെയ്തു. അതാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. അവൻ്റെ നിയമപെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ദൈവാലയം ദൈവത്തിൻ്റെ സഭയ്ക്ക് നിഴലായിരുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ നാശത്തോടെ കർത്താവിൻ്റെ 2 സാക്ഷികളായ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ഭൂമിയിൽ നിന്നുള്ള ശുശ്രൂഷ അവസാനിച്ചു. അവരെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. യെരുശലേം ദേവാലയത്തിനുണ്ടായിരുന്ന നിയമപെട്ടകത്തിലാണ് കൽപ്പലകൾ വെച്ചിരുന്നത്. നിയമപെട്ടകം ക്രിസ്തുവിന് നിഴലാണ്. ക്രിസ്തു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് വാഴുകയാണ്. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ് ദൈവത്തിൻ്റെ സഭ. ഹോരേബിൽ വെച്ച് ദൈവം നിയമം നൽകിയ സന്ദർഭത്തിൽ മിന്നലും നാദവും ഇടിമുഴക്കവും ഉണ്ടായിരുന്നു. നിയമപെട്ടകം സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെടുകയും സ്വർഗത്തിൽ നിന്നുമുള്ള സാക്ഷ്യം പൂർണ്ണമായി ദൈവസഭയ്ക്ക് നൽകുകയും ചെയ്തതോടെ മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയുമുണ്ടായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും സൂചിപ്പിക്കുന്നത് യഹൂദമതത്തിൻ്റെ പൂർണ്ണമായ നാശത്തെയാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വേദഭാഗം ആദ്യം തന്നെ ഒന്ന് വായിക്കാം. അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാനിനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഇളകാത്ത രാജ്യമെന്നുള്ളത് ദൈവരാജ്യമാണ്. സഭയുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിനാണ് ദൈവരാജ്യം, സ്വർഗരാജ്യം, ക്രിസ്തുവിൻ്റെ രാജ്യമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. സഭയെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നുവെന്ന് കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-ലും കാണുവാൻ സാധിക്കുന്നതാണ്. എബ്രായർ 12-ന്റെ 27 ഇളക്കമുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദമതത്തിനാണ്. ഇളക്കമില്ലാത്തത് ദൈവത്തിൻ്റെ രാജ്യത്തിനാണ്. എബ്രായർ 12-ന്റെ 26 ഞാനിനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു എന്നാണ്. അതൊരു പ്രവചനമാണ്. ഹഗ്ഗായ പ്രവചനം 2-ാം അധ്യായത്തിലാണ് ആ പ്രവചനം. ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് AD 70 നടന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് പഠിച്ചു തുടങ്ങാം.